ഇന്ന് ഞാനൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 12 മണി ആയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ഞാൻ എന്താണ് കുക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇന്ന് ചെയ്യുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. 3-4 ദിവസമായിട്ട് ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ രാവിലെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പിള്ളേർക്ക് കുറച്ച് പൂരി മസാലയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അന്നേരം എൻ്റെ മനസ്സിലിങ്ങനെ പോയില്ല ഇതൊന്ന് വ്ളോഗ് ചെയ്താലോ എന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നേരം എനിക്കിങ്ങനെ തോന്നി ഇതൊന്ന് വ്ളോഗ് ചെയ്താലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു ദിവസം. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ലേശം തണുപ്പ് കൂടുതലായതുകൊണ്ട് ഞാനൊരു സാധാ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ പരിപ്പ് കറി വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. മോന് ചെറിയൊരു ജലദോഷമൊക്കെ തുടങ്ങുന്ന പോലെയുണ്ട്. അപ്പം ഞാൻ ഓർത്തു അവൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഹീറ്റ് ആയിക്കോട്ടെ, ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കുക്കറിൻ്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഈ പരിപ്പ് വേറൊരു പാത്രത്തിൽ വെച്ച് ഇങ്ങനെ വേവിച്ചെടുത്തു. അപ്പം കുക്കർ പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പം ഒന്നും കൂടെ എളുപ്പമാണല്ലോ. ഈ പരിപ്പ് ഈ പാത്രത്തിൽ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യാണ്. നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത്. ഈ നെല്ലിക്ക വേകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണ് പരിപ്പ് ചേർക്കാൻ പോകുന്നത്. ഒരു സൈഡിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മെഷീനിൽ തുണിയും കൂടെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും വീട്ടിലെ മറ്റ് ജോലികളും കൂടെ ബാലൻസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പരിപ്പിൻ്റെ പാത്രം കുക്കറിൽ നിന്ന് ജസ്റ്റ് എടുത്തു. അപ്പം കണ്ടോ കുക്കർ ഒട്ടും വൃത്തികേടായിട്ടില്ല. അപ്പം ഇനി കുക്കർ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി. ഇപ്പം നല്ല എളുപ്പമല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിത് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ വേവിച്ചപ്പം ഒരു ടൊമാറ്റോയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്താണ് വേവിച്ചത്. ഇതിലേക്ക് ഞാൻ ജസ്റ്റ് ജീരകം ഒന്ന് താളിച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും കരിവേപ്പിലയും ഒക്കെ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. വളരെ എളുപ്പമായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ദാൽ കറിയാണ്. സ്കിന്നി റെസിപ്പീസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി ഈ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ സ്കിന്നി റെസിപ്പീസിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എവിടെ നിന്നാണ് നല്ല ഓർഗാനിക് കരിവേപ്പില കിട്ടുന്നതെന്ന്. അപ്പം ഞാനിവിടെ എൻ്റെ വീട്ടിലെ ബാൽക്കണിയിൽ കരിവേപ്പില നട്ടു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പിടിച്ച് കിട്ടിയാൽ വലിയ പാടൊന്നുമില്ല കിളിപ്പിക്കാനായിട്ട്. മെയിനായിട്ട് ഒരു ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം 3 ദിവസമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് ചീത്തയായിപ്പോവും. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കാതിരുന്നാൽ മാത്രം മതി. നല്ല സ്ട്രോങ് ആയിട്ട് കരിവേപ്പില വരും. അപ്പം എനിക്ക് 2 ബാൽക്കണി ഉണ്ട്. മറ്റേ ബാൽക്കണിൻ്റെയും 2-3 ചട്ടിയുണ്ട്. അപ്പം എൻ്റെ ആവശ്യത്തിന് എനിക്ക് കരിവേപ്പില നല്ല ലാവിഷായിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല കരിവേപ്പില ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. അതിനകത്ത് ഫോളിക് ആസിഡും അയണും ഒക്കെ വളരെ കൂടുതലാണ്. അനീമിക് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പില നമ്മുടെ ഡയറ്റിൽ നല്ലോണം ഇൻക്ലൂഡ് ചെയ്യുക. കൊളസ്ട്രോൾ, ഡയബറ്റിക്, അങ്ങനെ എല്ലാ അസുഖത്തിനും നല്ല ഒരു ഇതാണ്. തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പം ഞാൻ കരിവേപ്പിലയും കൂടി ഇട്ടങ്ങ് അരയ്ക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ താളിക്കാൻ മാത്രം കരിവേപ്പില ഉപയോഗിക്കുന്നെങ്കിൽ പിള്ളേർ അതൊക്കെ എടുത്ത് മാറ്റിക്കളയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്നി ഉണ്ടാക്കുമ്പം തേങ്ങയുടെ കൂടെ അരയ്ക്കും. തോരനുണ്ടാക്കുമ്പോഴും തേങ്ങയുടെ കൂടെ അരയ്ക്കും. ഒരു ചെറിയൊരു ചട്ടിയിലും ഇപ്പോൾ ഇങ്ങനെ കിളുത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സ്പേസൊക്കെ വളരെ കുറവാണ്. ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും കറിവേപ്പിലൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചട്ടിയിൽ ഇങ്ങനെ കിളിപ്പിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കരിവേപ്പില എടുത്ത് പരിപ്പ് കറിക്കകത്ത് ചേർക്കാൻ പോവാം. ഞാൻ താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിയുടെ നടുക്കാണ്. ഇപ്പം ഫ്ലാറ്റിലാണ്. അപ്പം അതുകൊണ്ട് ഈ സിറ്റിയുടെ സൗണ്ട് എപ്പോഴും എൻ്റെ വീഡിയോയിൽ കടന്നു വരാറുണ്ട്. അതായത് വണ്ടിയുടെ, ബസ്സിൻ്റെ, കാറിൻ്റെ, ബൈക്കിൻ്റെ ഓണ്, പിന്നെ എന്താ പറയുക അപ്പുറത്തെ വീട്ടിൽ തുണി അലക്കുന്ന ഒച്ച, അല്ലെങ്കിൽ പട്ടി വരയ്ക്കുന്നത്, ഇങ്ങനെ ഓരോ സൗണ്ടും കേൾക്കാറുണ്ട്. മാക്സിമം ഞാൻ ട്രൈ ചെയ്യും ഈ സൗണ്ടൊക്കെ ഒന്ന് കുറച്ച് വീഡിയോ എടുക്കാനായിട്ട്. മിക്കപ്പോഴും ചിലപ്പം നടക്കത്തില്ല. എന്നാലും ഞാൻ ഏതാണ്ടൊരു വീഡിയോ എടുത്ത് നല്ല ഇതിൽ വന്നതാണ്. അപ്പം അതിൽ ഇവിടെ ജാഥ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒച്ച മൊത്തം അതിൽ വന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോ ഇഷ്യൂസ് ഉണ്ട് സിറ്റിയിൽ താമസിച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഞങ്ങളുടെ ബൗണ്ടറിയാണ് ഫ്ലാറ്റിൻ്റെ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കണ്ടോ കുറേ വാഴ നിൽപ്പുണ്ട്. ഇതാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ വാഴയിലയുടെ സോഴ്സ്. ഞാൻ ഇവിടെ നിന്നാണ് മറ്റേ ഓയിൽ ഫ്രീ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട് വാഴയില എടുക്കുന്നത്.
പരിപ്പിന് നെയ്യ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റും. അത് മാത്രമല്ല ഈ പരിപ്പിന്റെ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും നെയ്ക്ക് അതിനുള്ള കഴിവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നത് നിങ്ങൾ നെയ്യ് ഉപയോഗിക്കുക. കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു വറ്റൽമുളകുമാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറിയുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആവണം. ഒരുപാട് നെയ്യുടെ ആവശ്യമൊന്നുമില്ല പരിപ്പ് കറിക്ക് താളിക്കാനായിട്ട്. ജസ്റ്റ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യേ എടുത്തിട്ടുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് മല്ലിയില ഒന്നും കൂടി സൂട്ട് ചെയ്യും. പക്ഷേ എനിക്കിവിടെ നല്ല ഗാർഡൻ ഫ്രഷ് മല്ലിയില കിട്ടാറില്ല. ചിലപ്പോൾ മാത്രമേ ഈ ജൈവ വെജ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ ഓർഗാനിക് മല്ലിയില കിട്ടാറുണ്ട്. അപ്പം കിട്ടുമ്പോൾ മാത്രമേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കൂടുതലും എൻ്റെ തന്നെ കരിവേപ്പില വെച്ചാണ് കറിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു ഈ ചെറിയ ഇരുമ്പിൻ്റെ പാത്രം എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. ഇനി ഇത് പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഇന്ദുപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഇന്ദുപ്പും ചേർത്ത്, ഇന്ദുപ്പിന് പിങ്ക് ഹിമാലയൻ സോൾട്ട് എന്നും പറയും. പിന്നെ ഞാൻ ഇന്ന് മുളക് വളരെ കുറവാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് 1 വറ്റൽമുളക് എടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടെ നമ്മൾ കടുക് വറക്കുമ്പോഴോ അല്ലെങ്കിൽ പരിപ്പ് വേവിക്കുമ്പോഴോ ഒക്കെ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ പച്ചമുളക് ജീരകം തളിക്കുന്നതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം എൻ്റെ മോൻ പറഞ്ഞു എനിക്ക് അധികം എരിവ് വേണ്ട, ലൈറ്റായിട്ട് മതിയെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒറ്റ വറ്റൽമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇന്ന് എൻ്റെ ഹസ്ബൻഡ് സ്ഥലത്തില്ല, ഒഫീഷ്യൽ ടൂറിലാണ്. പരിപ്പിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ജീര റൈസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ബസ്മതി അരി നമ്മുടെ നല്ല ജീരകം ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഞാനൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാം. പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 2 ചെറിയുള്ളി അരിഞ്ഞത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. സ്പൈസസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഇതിനകത്ത് ജീരകമാണ് മെയിൻ ആയിട്ടുള്ള സ്പൈസ്. ഒരു 2 നുള്ള് നല്ല ജീരകം. ചെറിയുള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ ആണ്. ഇപ്പം ചെറിയുള്ളി ലൈറ്റ് ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്, ജീരകവും ബസ്മതി അരിയും കൂടെ ഒന്നിച്ച് വേവിച്ചെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഇട്ട് വേവിച്ച ചോറാണിത്. ജീര റൈസും ദാൽ കറിയും ഒരു നല്ല കോമ്പിനേഷനാണ്. ഒരുപാട് നെയ്യൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 2 ടീസ്പൂൺ മതിയാവും. അപ്പോൾ പരിപ്പ് കറിയും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാലഡും പപ്പടവും കുറച്ച് അച്ചാറുമാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ ഈ സാലഡാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത്. കുറച്ച് പുഴുങ്ങിയ വെള്ളക്കടല, കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ, ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണം. ആപ്പിൾ സൈഡർ വിനീഗർ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കഴിയുന്നതും വിത്ത് മദർ എന്ന് എഴുതിയിരിക്കുന്നത് വാങ്ങണം. ഈ മദർ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ബാക്ടീരിയ ആണ്. വയറിനൊക്കെ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു പരിധി വരെ ഇത് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കാം. ഏതെങ്കിലും ഒരു ഹെൽത്തി ഫാറ്റ് സാലഡിനൂടെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വേണമെങ്കിൽ ഒരു 5-6 കാഷ്യൂനട്ടോ 1 ടീസ്പൂൺ വെന്ത വെളിച്ചെണ്ണയോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ ഇന്ന് ചേർക്കുന്നത് എള്ളാണ്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് എള്ളെടുത്ത് ഒന്ന് വറുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം ചെറിയ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിങ്ങനെ വറുത്ത എള്ളാണ് ഞാൻ ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഹോർമോൺസ് ഒക്കെ ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ വിന്റർ സീസണിൽ എള്ള് കഴിക്കുന്നത് ശരീരത്തിന് ചൂട് നൽകുകയും ചെയ്യും. ഇതാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം വീഡിയോ എഡിറ്റ് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 3:30 മണിയായി. ഇപ്പം ഞാൻ അടുക്കളയിലോട്ട് എഴുന്നേറ്റ് വന്ന് എന്നിട്ട് ഈ ചിക്കൻ സൂപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് സൂപ്പ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ സിങ്കിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഈ പാദമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവാം.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് സൂപ്പും റെഡിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി സൂപ്പാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പാണ് ഇത്. ഞാൻ ഓൾറെഡി ഈ സൂപ്പിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്കിന്നി റെസിപ്പീസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിൽ പോയിട്ട് ഓയിൽ ഫ്രീ ചിക്കൻ സൂപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി കോൾഡ് ക്ലൈമറ്റിലൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. വളരെ ഈസിയാണ്. വേറെ എക്സ്ട്രാ ഓയിൽ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് സ്വീറ്റ് കോൺ ബോയിൽ ചെയ്തുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ സ്വീറ്റ് കോൺ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബോയിൽഡ് സ്വീറ്റ് കോൺ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു നല്ല ക്ലിയർ സൂപ്പാണ്, നല്ല ടേസ്റ്റിയാണ്. എസ്പെഷ്യലി ചെറിയ ജലദോഷമൊക്കെ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഈ സൂപ്പ് ഞാൻ ഇനി പിള്ളേർക്ക് സെർവ് ചെയ്യാൻ പോവാം. ഇപ്പം മണി ഏതാണ്ട് 5:30 ആയിട്ടുണ്ട്. രാത്രിത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി, അതിനോട് തന്നെ കുറച്ച് ഇഞ്ചി ചിരണ്ടിയിട്ടിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അയമോദകം ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി ഇടുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങും. കുറച്ച് ഇന്ദുപ്പ്. ഞാൻ ഇന്ദുപ്പാണ് എൻ്റെ റെസിപ്പീസിനെല്ലാം ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 കൊല്ലമായിട്ട് ഞാൻ ഇന്ദുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ മറ്റേ ടേബിൾ സോൾട്ട് ഉപയോഗിക്കാറില്ല. ഇന്ദുപ്പ് ഈ മരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു വലിയ ബ്ലോക്കായിട്ടാണ്, ഒരു വലിയ കല്ലിൻ്റെ പിങ്ക് നിറത്തിലുള്ള ഒരു കല്ലിൻ്റെ കഷ്ണം പോലെയാണ് ഇരിക്കുന്നത്. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് ഒരു ഇടികല്ല് വെച്ച് പൊട്ടിച്ചിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും. ഞാൻ ബ്രാൻഡ് ഒന്നും വാങ്ങാറില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് വാങ്ങുന്നത്. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും ഇന്ദുപ്പ് ഏതാ നല്ല ബ്രാൻഡ് എന്ന്. ഞാൻ ബ്രാൻഡുകളൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. മരുന്ന് കടയിൽ നിന്നാണ് വാങ്ങുന്നത്, അങ്ങാടി കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചപ്പാത്തി കുഴയ്ക്കാനായിട്ട് ഞാൻ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഉച്ചയ്ക്കത്തെ കുറച്ച് പരിപ്പ് കറി മിച്ചമുണ്ട്, ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ആഡ് ചെയ്യുന്നില്ല. ദാൽ പറാഠ എന്നൊക്കെ പറയുന്ന ഒരു പരിപ്പ് കൊണ്ടുള്ള ഒരു ചപ്പാത്തിയാണ് ഇത്. ഇപ്പോൾ ഒരു 2 തവി പരിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മതിയാവോ ഇല്ലയോ എന്നൊന്ന് കുഴച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പറാഠയാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും വളരെ നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് തലേദിവസത്തെ പരിപ്പ് കറിയൊക്കെ മിച്ചം ഉണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള. എന്നോട് എല്ലാവരും ചോദിക്കും കുട്ടികൾക്കൊക്കെ എന്താണ് കൊടുത്തു വിടാൻ പറ്റുന്നത് സ്കൂളിലൊക്കെ. ഇതൊരു നല്ല ഓപ്ഷനാണ്. ഒരു തവിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കരിവേപ്പില ഇത് വലിയ കഷ്ണമായി കിടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് മാറ്റുകയാണ്. ഇനി വറ്റൽ മുളകും. പരിപ്പ് കറിക്കാതെ ഞാൻ അധികം എരിവ് ഉപയോഗിക്കാഞ്ഞുകൊണ്ടാണ് ഒരു പച്ചമുളക് ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇളക്കി കൊടുക്കാം. ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ പരിപ്പ് ഉപ്പ് എടുത്തു കഴിഞ്ഞു. മിക്കവാറും ഇത് മതിയായിരിക്കും. ഇനി ഇച്ചിരി നനവ് കുറവ് പോലെ വല്ലതും ഉണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അയമോദകമൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറുള്ള ഒരു പറാഠയാണ്. നല്ല ഫില്ലിങ്ങുമാണ്, കാർബോഹൈഡ്രേറ്റും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. ഇതിൻ്റെ കൂടെ എൻ്റെ മക്കൾ സാലഡാണ് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത്. വെജിറ്റബിൾ റൈത്ത പോലെയോ ബൂന്തി റൈത്തയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ സോസ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ ചേരും. ടൊമാറ്റോ സോസ് ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ടൊമാറ്റോ സോസ് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കടയിൽ നിന്ന് വാങ്ങുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ബ്ലോഗിൽ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെള്ളം വേണം. പരിപ്പ് ഇരുന്ന പാത്രത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് തളിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് 1 ടേബിൾ സ്പൂൺ വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ, മതിയായി. ഇനി കൂടുതൽ വെള്ളമൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് കുഴച്ച്
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിച്ചമുള്ള പരിപ്പൂരി വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഉച്ചയ്ക്കൊക്കെ ഉള്ള പരിപ്പൂരി ആണെങ്കിൽ അതിൽ മിച്ചം ഉണ്ടെങ്കിൽ രാത്രി ഇതുപോലെ ദാൽ പറാഠ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്, ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണല്ലോ. ഇത് ആക്ച്വലി എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അവർ കുറേ കൊല്ലം നോർത്ത് ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്കിന്നി റെസിപ്പീസിലാണെങ്കിലും കുറച്ച് നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ കൂടുതൽ എനിക്ക് ഇടാൻ പറ്റുന്നത്. കാരണം മദർ ഇൻ ലോ ഒരു 40-45 കൊല്ലം നോർത്ത് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ട്രഡീഷണൽ നോർത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ പുള്ളിക്കാരത്തിയാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ കേരള ഡിഷസ്, ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ ഡിഷസൊക്കെ പഠിച്ചത്. ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ് അടച്ചു വെക്കാം. ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് പറാട്ട ഉണ്ടാക്കാം. ചപ്പാത്തിക്ക് എടുക്കുന്ന ഉരുളയെക്കാട്ടിലും കുറച്ച് വലിപ്പം വേണം പറാട്ടയ്ക്ക്. ചപ്പാത്തി പോലെ ഇത് പരത്തിയെടുക്കാം. ചൂടായ ഇരുമ്പ് കല്ലിൽ വെച്ച് നമുക്ക് ഈ പറാട്ട ചുട്ടെടുക്കാം. ഏതെങ്കിലും ഒരു മീല് അയൺ കുക്ക് വെയറിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ദോശ ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ ഇരുമ്പ് തവയിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുഡിലൂടെ ഇരുമ്പിൻ്റെ കുറച്ച് അംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറും. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി, അനീമിയ ഉള്ളവർക്കൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഒരു 1/2 ടീസ്പൂൺ നെയ്യ് തടവി കൊടുക്കണം. ഓരോ സൈഡിലും ഒരു 1/2 ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. വെന്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊള്ളി വരും. നല്ലൊരു ഹെൽത്തി ആൻഡ് ഫില്ലിംഗ് പൊറാട്ടയാണ്. പിന്നെ ഇതുണ്ടോ, ഞാൻ ചപ്പാത്തി അല്ലെങ്കിൽ പൊറാട്ട ഉണ്ടാക്കുമ്പം ഞാൻ സാധാരണ ഇങ്ങനെ ഒരു പ്ലേറ്റിലാണ് വെക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചൂടായ പൊറാട്ട അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ വെക്കുമ്പം ഇതിൻ്റെ അടിയിലിരിക്കുന്ന നമ്മളിനി ഉണ്ടാക്കി വരുമ്പോൾ ഇതിൻ്റെ മേളിൽ ചപ്പാത്തി അല്ലെങ്കിൽ പൊറാട്ട ഉണ്ടാക്കി വെക്കുമ്പം സാധാരണ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് പ്ലേറ്റിലായിരിക്കുന്നെങ്കിൽ അടിയിലിരിക്കുന്ന ചപ്പാത്തിക്ക് ഈ ചൂട് കൊണ്ട് മോയ്സ്ചർ ഉണ്ടായിട്ട് നനവുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അടിയിലിരിക്കുന്ന ചപ്പാത്തിക്ക് നനവുണ്ടാവില്ല. അപ്പം ഞാൻ ഇങ്ങനെ ആണ് ചപ്പാത്തി എപ്പോഴും ഉണ്ടാക്കി വെക്കാറ്. നിങ്ങളൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ബാക്കി ദാൽ പൊറാട്ടയും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ദാൽ പൊറാട്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറാട്ടയാണ്. ഭയങ്കര സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഇനി ഞാനിത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാനൊരു നമ്മുടെ സാധാ കിച്ചൺ നാപ്കിൻ ഇല്ലേ, നല്ല കോട്ടൺ നാപ്കിൻ, വൃത്തിയുള്ളൊരു നാപ്കിനിലേക്ക് ഈ പൊറാട്ട ഇങ്ങനെ എടുത്തു വെക്കും. എന്നിട്ട് ഇതിങ്ങനെ മൂടി സ്റ്റീൽ പാത്രത്തിൽ ഇട്ട് വെക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറാട്ടയോ ഒക്കെ നല്ല മയമായിട്ടിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നിടം വരെ. ഞാൻ ഇനി ഇത് ഒരു സ്റ്റീൽ ഡബ്ബയ്ക്കകത്ത് ഇട്ട് വെക്കും. ഈ കാസറോളും അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാറില്ല. ഇപ്പം മണി ഏതാണ്ട് 6:20. ഇപ്പം ജസ്റ്റ് നൗ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നെല്ലിക്ക അച്ചാറിൻ്റെ വീഡിയോ ആണ് എടുത്തത്. അപ്പം എൻ്റെ അച്ചാറിൻ്റെ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞു. നെല്ലിക്ക മാർക്കറ്റിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു കുറച്ച് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാം. അതൊരു റിച്ച് സോഴ്സ് ഓഫ് അയൺ ആണല്ലോ നെല്ലിക്ക. ഇപ്പം ജസ്റ്റ് വീഡിയോ എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോ ഞാൻ സ്കിന്നി റെസിപ്പീസിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഹെൽത്തി ആയിട്ട് നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയെന്ന് കാണണമെങ്കിൽ നിങ്ങൾ സ്കിന്നി റെസിപ്പീസ് എന്ന ചാനലിൽ പോയി നോക്കണം. ഞാൻ അവിടെ ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതോടെ ഈ വ്ളോഗ് സ്റ്റൈൽ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.